എന്ന് പറഞ്ഞ സിനിമ ശരിക്കും ഒരു ഡീസന്റ് സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. കാരണം എന്താ പറഞ്ഞാൽ ഓവർ ഹൈപ്പായിട്ട് പറയേണ്ട കാര്യമില്ല. ചില ഫാൻസുകാർ പറയും ലാലേട്ടന് നല്ലൊരു സിനിമ പറയാനാണ്, പക്ഷേ വളരെ ഡീസൻ്റ് ആയിട്ട് അവർ മേക്ക് ചെയ്തത്. നമ്മളൊരു നെഗറ്റീവുകൾ എടുത്തു പറയാൻ സിനിമയ്ക്കത്തില്ല. അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. കാരണം ജിത്തു ജോസഫ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ എല്ലാ ലുക്ക് ഹോളുകളും അടച്ചിട്ട പുള്ളി ചെയ്യുക. പുള്ളിക്ക് കൃത്യമായി സ്റ്റഡി ചെയ്തിട്ടൊരു സിനിമ ചെയ്യുന്ന ഒരാളാണ് ജിത്തു ജോസഫ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ആ ഒരു സ്റ്റഡി സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ ഐശ്വര്യ, മറ്റേ അനശ്വര്യ രാജൻ, പുള്ളിക്കാരത്തിൻ്റെ പ്രകടനം അടിപൊളിയായിട്ട്. നമ്മൾ ഇത്രയും നാളും കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. പിന്നെ സിദ്ദീഖിൻ്റെ കാര്യം പറയണ്ട, അദ്ദേഹം നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടറാണ്. അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള എല്ലാവരും നന്നായിട്ട് തകർത്തുണ്ട്. കോർട്ട് റൂം ഡ്രാമ എന്നും അങ്ങനെ ഒഴിച്ചു വിട്ടരുത്. കാരണം നമ്മുടെ ഇമോഷൻ്റെ ഭാഗങ്ങൾ ഇമോഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. പുറത്തുള്ള ഒത്തിരി സീനുകളുണ്ട്. ലാലേട്ടൻ്റെ പിന്നെ നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, പല സിനിമകളിലും അദ്ദേഹം ഇതിനപ്പുറം ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ലാലേട്ടൻ ഇങ്ങനെയുള്ള കണ്ടന്റുള്ള സിനിമകൾ ഇനിയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനിയും ചെയ്താലേ, കാരണം ഓഡിയൻസും മാറി, ഓഡിയൻസിൻ്റെ രീതികളും മാറി. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ കൂടുതൽ ചെയ്യുമ്പോൾ ലാലേട്ട എന്നുള്ള നീട്ടിവിളിക്ക് ഇനി നീട്ടം കൂടുതലേ ഉള്ളൂ. കാരണം ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത് നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ വരെയാണ്. അപ്പോൾ നമ്മളുടെ പിള്ളേർ സെറ്റ് കോളേജ് എക്സാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ മോഹൻലാലിൽ നിന്ന് പഴയൊരു മോഹൻലാലിനെ പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ ലാലേട്ടൻ ആരാധകർ എന്ന് പറയുന്ന ഒരു വലിയൊരു ജനമുണ്ട്, അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ട്. പിന്നെ തിയേറ്ററിൽ പടം ഹിറ്റാവുന്നത് ഫാമിലി ഓഡിയൻസ് വരുമ്പോഴാണ്. അപ്പം ദിലീപിൻ്റെ സിനിമകൾ എത്ര നെഗറ്റീവ് റിവ്യൂ വന്നാലും സിനിമ തിയേറ്ററിൽ മിനിമം കളക്ഷൻ നേടുന്ന സിനിമയാണ്. ആ ഒരു ജനപ്രീതി ലാലേട്ടനും ഉണ്ട്. അപ്പോൾ ഫാമിലി ഓഡിയൻസ് തീർച്ചയായിട്ടും ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യുന്നതന്നെ എനിക്ക് പറയാം. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ഭയങ്കര ഇമോഷണലായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന. എനിക്ക് പറഞ്ഞാൽ ക്രിസ്മസ് തൂത്തു വരും എന്ന് തന്നെ പറയാം.